കൊല്ലത്ത് നിന്നും ഒരു വാർത്ത വരുന്നു. വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഹോംവർക്ക് ചെയ്യാത്തതിന് മൂന്നാം ക്ലാസ്സുകാരന് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ചാത്തിനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് കുട്ടിയെ മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിന് പിന്നാലെ മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത്. സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി KSU MSF പ്രവർത്തകർ ഇപ്പോഴുണ്ട്. ദിലീപ് ദേവസ്യ ചാത്തിനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുണ്ട്. ദിലീപ്, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? പ്രതിഷേധക്കാർ എന്താണ് പറയുന്നത്? ഈ പരാതി കൊടുത്തിട്ടുണ്ടോ രക്ഷിതാക്കൾ? ഡോക്ടർ കുമാർ, മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഒരു മൂന്നാം ക്ലാസ്സുകാരന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഹോംവർക്ക്, അതായത് മലയാളം ഹോംവർക്ക് ചെയ്യാത്തതിനാണ് ആ വിദ്യാർത്ഥിയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത്. ആ മർദ്ദനമേറ്റ പാടുകൾ കാണുമ്പോൾ ആർക്കും നെഞ്ചെന്ന് പൊട്ടുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു കൊച്ചുകുട്ടിയെ, ചെറിയൊരു കുട്ടിയാണ് അധ്യാപകൻ ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് അടിച്ചത്. കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇത് കുട്ടി വീട്ടിലെത്തി ഇരിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴാണ് ഇവർ അന്വേഷിക്കുന്നത്. കുട്ടിയുടെ പേരൻസ് അന്വേഷിക്കുന്നതോടൊപ്പം കുട്ടിയുടെ പേരൻസ് പിതാവ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ പോലീസിലടക്കം പരാതി നൽകിയിട്ട് എന്തായിരുന്നു സംഭവം ഉണ്ടായത്? കുട്ടി എന്താ പറഞ്ഞത്? ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മകനെ കുളിപ്പിച്ചിട്ട് ട്യൂഷന് പോകണം. അപ്പം കുളിപ്പിച്ചിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ട് ട്യൂഷന് വിടാനുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്നും കുളിപ്പിക്കാറുണ്ട്. അപ്പം ഇവൻ്റെ നിക്കർ ഊരാൻ പറഞ്ഞിട്ട് ഊരിയില്ല. അപ്പം ഞാൻ ബലം പിടിച്ച് നിക്കർ ഊരിയപ്പം ഇവൻ ബഹളം വെച്ച് കരഞ്ഞ്, തൊടല്ലേ കരഞ്ഞ്. അപ്പോൾ ഞാൻ എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ച് ബഹളം വെച്ച്. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി, കാരണം ചോര പൊടിഞ്ഞു വന്നിരിക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ അന്നേരം തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള അധ്യാപക നമ്പർ ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന തിരക്കായിരിക്കും, അവർ ഫോൺ എടുത്തില്ല. ഞാൻ നേരെ കൊല്ലം ജില്ലാശുപത്രിയിൽ പോയി. അതിന് വേണ്ട അവന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് മരുന്നൊക്കെ വെച്ചിട്ട് അവിടുന്ന് തന്നെ റിട്ടേൺ ആയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ കിളിയല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം അത് ബ്ലഡ് ഊസിങ് ഫ്രം ലെഫ്റ്റ് ബട്ട് ചീക്ക് എന്ന് അത് എഴുതിയിരിക്കുന്നത്. 2 ചന്തിയിലും അടിച്ച് പൊട്ടിച്ചിരിക്കുക, മൾട്ടിപ്പിൾ ടൈംസാണ്, ഒരു പ്രാവശ്യമല്ല. ഇത് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചപ്പം കുഞ്ഞ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്കിൻ്റെ മുകളിൽ ഇവൻ്റെ കൈ 2 പിടിച്ച് ബലമായി വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അടിച്ചിരിക്കുക. അപ്പം കുഞ്ഞിന് കൈ കൊണ്ട് തടുക്കാൻ പറ്റിയില്ല. തടുത്തെങ്കിൽ കയ്യിലടി കൊള്ളും. ഈ ഒരൊറ്റ അടി പോലും വേറെ മിസ്സായിട്ടില്ല. കംപ്ലീറ്റ് അടിയും അവൻ്റെ ചന്തിയിലാണ് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പൊട്ടി ചോര വന്നത്. സ്കൂളിൽ പോകുമ്പോൾ പേടിയാണോ കുഞ്ഞിന്? സ്കൂളിൽ പോകാനല്ല, വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന അവരെ കണ്ടപ്പോൾ തന്നെ ഓടി അകത്ത് കയറി. അവന് ടോയ്ലറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്. അവൻ 2 ദിവസമായി ബാത്റൂമിൽ പോയിട്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ അവൻ സ്വന്തമായിട്ടൊന്ന് ബാത്റൂമിൽ പോകുന്നത്. എങ്ങനെ ക്ലോസറ്റിൽ ഇരിക്കും? ആ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ, ആ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തി അത്രയും മൃഗീയമായിട്ടാണ് അടിച്ചിരിക്കുന്നത്. പോലീസിൽ ചൈൽഡ് ലൈനിലൊക്കെ പറയാം. ഞാൻ ചൈൽഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. സ്കൂളുകാരെന്താ പറയുന്നത്? സ്കൂളുകാർ 3 പ്രാവശ്യം, അതായത് ഈ 11-ാം തീയതി ഈ സംഭവം നടക്കുന്നത്. 12-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 11:30 വരെ 3 ബാച്ചായിട്ട് സ്കൂളുകാർ വന്നിട്ടുണ്ടായിരുന്നു.